വായ്പാ തട്ടിപ്പിനിരയായ നിർധന കുടുംബങ്ങൾ എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ ആധാരങ്ങൾ കൊണ്ട് വഴിയാധാര പൂക്കളം തീർത്ത് പ്രതിഷേധിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആധാരം ബാങ്കുകളിൽ പണയം വെപ്പിച്ച് ലോൺ തരപ്പെടുത്തി കൊടുത്ത് ലക്ഷങ്ങൾ തട്ടുന്ന മാഫിയയ്ക്കെതിരെയാണ് വീടുകൾ നഷ്ടപ്പെട്ടവർ കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്. സമരം ആരംഭിച്ച് 10 ദിവസം പിന്നിട്ടിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കാത്തതാണ് വഴിയാധാര പൂക്കളം തീർക്കാൻ വീടുകൾ നഷ്ടപ്പെട്ടവരെ പ്രേരിപ്പിച്ചത്. നിർധനരായ കുടുംബങ്ങളെ കബളിപ്പിച്ച് ബാങ്കുകളിൽ നിന്നും വായ്പാ തട്ടിപ്പ് നടത്തുന്ന മാഫിയ സംഘത്തിനെതിരെയായിരുന്നു സമരം. തട്ടിപ്പിനിരയായ 26 കുടുംബങ്ങളുടെ ആധാരങ്ങൾ തെരുവിൽ പൂക്കളമായി. അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായഹസ്തവുമായി സമീപിച്ച് വൻ വായ്പാ കുടിശ്ശികയിലേക്ക് കുടുംബങ്ങളെ തള്ളിവിടുകയാണ് ഈ സംഘത്തിന്റെ രീതി. ലക്ഷങ്ങൾ ലോണെടുത്ത ശേഷം ചെറിയ ഒരു തുക മാത്രം ബാങ്കിൽ ആധാരം പണയം വെക്കുന്ന വ്യക്തിക്ക് തട്ടിപ്പ് സംഘങ്ങൾ നൽകും. ബാങ്ക് ജീവനക്കാരും ഇത്തരം മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നതായി ആരോപണമുണ്ട്. ലോൺ മാഫിയ തട്ടിപ്പുകാരും ബാങ്കുകളും ഇവർ ഒത്താശ ചെയ്തുകൊണ്ട് ഒത്തുകളിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അവരൊക്കെ ഒന്നും ഒരു പ്രശ്നമില്ല. സർഫാസി നിയമപ്രകാരം ഈ ദരിദ്ര ജനങ്ങളെ കിടപ്പാടത്തിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടാണ് ബാങ്കുകൾ അത് തിരിച്ചു പിടിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു. എഴുതി കഴിഞ്ഞ് ജപ്തി വന്നപ്പോഴാണ് അറിയണത് ഇങ്ങനെ കളവാണ് ചെയ്തു വെച്ചേക്കണെന്ന്. കഴിഞ്ഞ 10 ദിവസമായി തട്ടിപ്പിനിരയായവർ എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ കണ്ണുകെട്ടി സമരം നടത്തിയിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് വഴിയാധാര പൂക്കളം തീർത്ത സമരക്കാർ പ്രതിഷേധിച്ചത്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.